ഒരു കാരണവശാലും നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൈനിമണ്ട് അസോസിയേറ്റ്സ്. ഞാൻ ഇന്ന് നിങ്ങൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വീടിന് ബഡ്ജറ്റ് ഇട്ടു, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന നിങ്ങൾ ആർക്കിടെക്റ്റിനെ കണ്ടെത്തണം, ഒരു കോൺട്രാക്ടറെ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് മെറ്റീരിയൽ സംഘടിപ്പിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകം ഓർക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തരുത്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് തീർച്ചയായിട്ടും നല്ലൊരു ആർക്കിടെക്റ്റ്, നല്ലൊരു ആർക്കിടെക്ട്, നല്ലൊരു എഞ്ചിനീയർ, അല്ലെങ്കിൽ നല്ലൊരു കോൺട്രാക്ടർ, പിന്നീട് നടക്കുന്ന മെറ്റീരിയൽ, അതുപോലെ നിങ്ങൾ സർവീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ നിങ്ങളുടെ അവസാനത്തെ ഹൗസ് വാമിങ്ങിൻ്റെ ഫുഡ് വരെ നിങ്ങൾ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിനും ക്വാളിറ്റിയിൽ കോംപ്രമൈസിനും പോകരുത്. ഓരോരുത്തരും അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള തീർച്ചയായിട്ടും ക്വാളിറ്റി സാധനങ്ങൾ മാത്രം, അത് ഞാൻ പറഞ്ഞ ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ കോൺട്രാക്ടറോ ആരായിരുന്നു കഴിഞ്ഞാലും ഏറ്റവും കുറവ് ചീപ്പസ്റ്റ് കോട്ട് ചെയ്യുന്നതിനെ നോക്കാതെ നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല ക്വാളിറ്റി ഉള്ള ഒരാൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ് എടുക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യുക. ഒരിക്കലും ഒരാൾ 2, 3, 4 പേരുടെ കൊട്ടേഷൻ എടുത്തേച്ച് ഏറ്റവും കോസ്റ്റ് കുറവ് കോട്ട് ചെയ്തതിന് ഏൽപ്പിക്കാതിരിക്കുക. ഇത് പ്രത്യേകം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൽ മാറ്റം വരുന്നത് നോ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ പറയാം. ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.